അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോർത്തിയിടവിയേ. രാമായണത്തിലെ ഏറ്റവും ഉദാത്തമായ വരികളാണിത്. ലക്ഷ്മണൻ്റെ അപേക്ഷ മാനിച്ച് എങ്കിൽ തന്നോടൊപ്പം വനവാസത്തിന് പോന്നുകൊള്ളൂ എന്ന് രാമൻ പറഞ്ഞത് പ്രകാരം സന്തോഷത്തോടെ വനവാസത്തിന് പുറപ്പെടാൻ തയ്യാറെടുക്കുന്ന ലക്ഷ്മണന് അമ്മയായ സുമിത്രാദേവി നൽകുന്ന ഉപദേശമാണിത്. ഉത്തമയായ ഒരു മാതാവിനെ ഇപ്രകാരം ഉപദേശിക്കുവാൻ കഴിയൂ. താതൻ ലക്ഷ്മണന് വനവാസം വിധിച്ചിട്ടില്ല, പിന്നെ എന്തിന് ലക്ഷ്മണൻ പോകണം എന്നേ ഏതൊരമ്മയും ചിന്തിക്കൂ. എന്നാൽ സുമിത്ര ലക്ഷ്മണനെ അനുഗ്രഹിച്ചയക്കുകയാണ് ചെയ്യുന്നത്. ആ അവസരത്തിൽ കൊടുക്കുന്ന ഉപദേശമാണ് ഈ വരികൾ. എപ്പോഴും ജ്യേഷ്ഠനെ പരിചരിച്ച് കൂടെയുണ്ടാകണം. കാട്ടിൽ നീ വേണം മുന്നേ നടക്കാൻ. ജ്യേഷ്ഠനായ രാമനെ പിതാവായ ദശരഥനെന്ന് കരുതി ശുശ്രൂഷിക്കണം. ജ്യേഷ്ഠത്തിയായ സീതാദേവിയെ നിൻ്റെ മാതാവായ ഞാനെന്ന് കരുതി ആദരവോടെ സേവിച്ചു കൊള്ളണം. വസിക്കുന്ന വനപ്രദേശത്തെ തൻ്റെ രാജ്യമായ അയോധ്യയായി തന്നെ കരുതിക്കൊള്ളണം. ഇതാണ് സുമിത്ര കൊടുക്കുന്ന ഉപദേശം. എത്ര ഉദാത്തമായ ഉപദേശമാണെന്ന് നോക്കുക. കുടുംബ ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങൾ എപ്രകാരമായിരിക്കണം എന്ന് രാമായണത്തിലെ ഈ വരികൾ നമ്മെ പഠിപ്പിക്കുന്നു. ജയ് ശ്രീരാം.